സാറേ, ഈവ ബ്രൗൺ നമ്മൾ ഏറെ കേട്ട ഒരു പേരാണ്, ഹിറ്റ്ലറിൻ്റെ കാമുകി എന്ന നിലയിൽ. എന്നാൽ നമ്മൾ കേൾക്കാത്ത മറ്റൊരു കാമുകി ഉണ്ടെന്ന് കേൾക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂണിറ്റി മിറ്റ്ഫോർഡ് എന്നൊരു സ്ത്രീയുടെ ലെതർ ബൗണ്ട് ഡയറി, ലെതർ കൊണ്ട് കവർ ചെയ്ത പൊതിഞ്ഞ ഈ ജേർണൽസ്, ഡയറി എന്ന് പറയാം, അവർ കൈകൊണ്ട് എഴുതിയതാണ് വിവരങ്ങളൊക്കെ. അത് പുറത്തു വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത് അസാധാരണമാണ്, അത്ഭുതവുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാസി പ്രസ്ഥാനത്തിൻ്റെ, ഹിറ്റ്ലറുടെ ശരിക്കും ചരിത്രമൊക്കെ ആളുകളൊക്കെ നന്നായിട്ട് മാന്തി കഴിഞ്ഞതാണ്, മാധ്യമങ്ങളും ചരിത്രകാരന്മാരും. എന്നിട്ട് ഇങ്ങനെ ഒരു വിവരം ഇപ്പോൾ വരുന്നത് അത്ഭുതമാണെന്ന് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹിറ്റ്ലർ ഡയറീസ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചത് മുഴുവൻ ഫ്രോഡായിരുന്നു എന്നുള്ള വിവരവും ഉണ്ടായിരുന്നു. അങ്ങനെയാണോ ഇതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല. ഈ യൂണിറ്റി മിറ്റ്ഫോർഡിനെ പറ്റി അത്യാവശ്യം പരിജ്ഞാനമൊക്കെ ഉള്ള പണ്ഡിതന്മാർ പറയുന്നത് ഇത് ജെനുവിനാണ് എന്നാണ് ഈ വിവരങ്ങൾ. ഈ യൂണിറ്റി മിറ്റ്ഫോർഡിന് ഹിറ്റ്ലറുമായിട്ട് കുറച്ച് ബന്ധം ഉണ്ടായിരുന്നൊക്കെ നേരത്തെ അറിയാവുന്നതാണ്. പക്ഷെ തീക്ഷ്ണമായിരുന്നു, ഇത്രയും തീക്ഷ്ണമായിരുന്നു ബന്ധം എന്ന് ഈ ജേർണൽ വരുമ്പോഴാണ് അറിയുന്നത്. യൂണിറ്റി മിറ്റ്ഫോർഡ് ഈ ബ്രിട്ടനിലെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച യുവതി ആണ്. അപ്പോൾ വേറെയും സഹോദരന്മാരൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ഇപ്പം പറയുന്നത് ആ സഹോദരിമാരെക്കാൾ കൂടുതൽ അറിയപ്പെടാനുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അവർ ഹിറ്റ്ലറുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാനായിട്ട് ബ്രിട്ടനിൽ നിന്ന് മ്യൂണിക്കിലേക്ക് സഞ്ചരിച്ചിട്ട് അവിടെ പോയി താമസിക്കുകയാണ്. അവർ ഇഷ്ടംപോലെ പണമുണ്ട്, ധനിക കുടുംബമാണ്. ഇവര് ജൂതവിരുദ്ധയാണ്, ഫാസിസത്തെ അനുകൂലിക്കുന്നവരുമാണ്. ഫാഷിസം, നാസിസം ഇങ്ങനത്തെ സംഗതികൾ പ്രധാനമായിട്ടും മറ്റേ ജൂതവിരുദ്ധയാണ്. അപ്പോൾ ജൂതന്മാരെ കൊന്നോളുമല്ലോ ഹിറ്റ്ലർ. അതിലുള്ള സന്തോഷം കൊണ്ടിരിക്കപ്പുറതിയില്ലാതെ ബ്രിട്ടനിൽ നിന്ന് അങ്ങോട്ട് പോയതാണ്. ഇവർ 1914 ആണ് ജനിച്ചത്. ഇവർ ഒന്നാം ലോകയുദ്ധം തുടങ്ങിയ വർഷം 1914. 139 തവണ ഹിറ്റ്ലറെ ഇവർ കണ്ടതായിട്ട് ഈ ജേർണലിൽ പറയുന്നുണ്ട്. 139 തവണ, അത്ര അടുപ്പമുണ്ടെന്നല്ലേ എൻ്റെ. അപ്പോൾ ഡെയിലി മെയിലിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ 80 വർഷം മറഞ്ഞു കിടന്ന വിവരങ്ങളാണ് ഈ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം മുമ്പ് സൺഡേ ടൈംസ് വലിയ പത്രമാണല്ലോ, അവരാണ് ഈ ഹിറ്റ്ലർ ഡയറീസ് എന്ന് പറഞ്ഞൊരു സംഗതി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത്. അത് ലേഖകർ വെള്ളത്തിലായിപ്പോയി, വെറും മാപ്രകളായിപ്പോയി. ആരോ കൊടുത്തത്, കാശൊക്കെ മേടിച്ച് കൊടുത്തത് വിശ്വസിച്ചിട്ട് പ്രസിദ്ധീകരിച്ചതാണ്. പിന്നെ അത് വ്യാജരേഖകളാണെന്ന് വ്യക്തമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൻഡ്രൂ റോബർട്ട്സ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ ഇത് വന്നപ്പോൾ പറയുന്നുണ്ട്, നാസി പ്രസ്ഥാനത്തിൻ്റെ രേഖകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അസാധാരണമാണ്. കാരണം ഒരുമാതിരിയെല്ലാം പൊക്കിയെടുത്ത് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ ആൻഡ്രൂ റോബർട്ട്സ് എന്ന ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്, നാസി പ്രസ്ഥാനത്തിൻ്റെ രേഖകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അസാധാരണമാണ്. കാരണം എല്ലാം നേരത്തെ വന്നതാണ്, തുറന്നു കഴിഞ്ഞതാണ് എല്ലാവരും. അപ്പോൾ പക്ഷേ യൂണിറ്റി മിറ്റ്ഫോർഡ് എന്ന വിഷയത്തിൽ തന്നെ ഗവേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡേവിഡ് പ്രൈസ് റോബർട്ട്സ് പറയുന്നത് ഇത് യഥാർത്ഥ രേഖകൾ തന്നെയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ്. അപ്പോൾ 20 വയസ്സിൽ ഹിറ്റ്ലറോടും നാസിസത്തോടും പ്രണയം തോന്നിയിട്ട് മ്യൂണിക്കിൽ എത്തി. ഈ യൂണിറ്റി മിറ്റ്ഫോർഡ് മ്യൂണിക്കിലെത്തി. ഈ മിറ്റ്ഫോർഡ് സഹോദരിമാരിൽ ഏറ്റവും പ്രസിദ്ധരായവർ അവരാണ് ഈ പിൽക്കാലത്ത്. അവരുടെ കൈയെഴുത്തിലുള്ള രേഖകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നാസികളുടെ ആരാധക ആയിരുന്നു അവർ. 1935-39 കാലത്താണ് ഹിറ്റ്ലറുമായിട്ടുള്ള ഈ ബന്ധം ഇതിൻ്റെ അകത്ത് പറയുന്നത്. 1935 ആണ് ആദ്യമായിട്ട് ഹിറ്റ്ലറെ ഇവർ കാണുന്നത്. അപ്പോൾ കാണണം എന്ന ആഗ്രഹം ഇവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഹിറ്റ്ലറോട്. ഹിറ്റ്ലർക്കന്ന് 46 വയസ്സാണ്. അപ്പോൾ ആ ഹിറ്റ്ലറെ ആദ്യമായിട്ട് കണ്ട ദിവസമാണ് ജീവിതത്തിലെ ഗംഭീര ദിവസം എന്നിവര് ഈ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ഓസ്റ്റീറിയ ബവേറിയ
എന്ന റെസ്റ്റോറൻറ്റിലാണ് ഇവർ തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച. ഇവർ നേരത്തെ റെസ്റ്റോറൻറ്റിൽ പോയി ഇരിപ്പുണ്ട്, ഹിറ്റ്ലർ അന്ന് കാണാം എന്ന് സംഭവിച്ചത് കൊണ്ട്. എന്നിട്ട് ഉച്ചയ്ക്ക് 2:30 ഇവർ അവിടെ ചെന്നു. ഫ്യൂറർ, ഹിറ്റ്ലറെ പറയുന്നതൊക്കെ ഫ്യൂറർ എന്നാണ് പറയുന്നത്. ഫ്യൂറർ 3:15 റെസ്റ്റോറൻറ്റിൽ വന്നു. ഇവർ 2:30 മുതൽ കാക്കുന്നുണ്ട്. അപ്പോൾ 3:15 വരുന്ന കാണാം. ഇവർ ആ ഉച്ചഭക്ഷണം കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ഒരുമിച്ച് കഴിക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ വരാൻ വൈകി എന്നിട്ട് ഇവർ കഴിച്ചു. 10 മിനിറ്റിന് ഹിറ്റ്ലർ അവിടെ വന്നു. 10 മിനിറ്റിന് ശേഷം ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയെ വിളിച്ചിട്ട്, ഫ്യൂറർ ഇപ്പം നിങ്ങളെ കാണും കേട്ടോ, അങ്ങോട്ട് ചെല്ലൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ടേബിളിലേക്ക് പോയി. ഇവർ അടുത്തിരുന്നു. അദ്ദേഹം ഊണ് കഴിച്ചുകൊണ്ട് ഇവരോട് സംസാരിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഗംഭീര ദിവസം എന്ന് ഇവർ എഴുതിയിട്ടുണ്ട്. ഹിറ്റ്ലർ ഒരു പോസ്റ്റ് കാർഡിൽ സൈൻ ചെയ്ത് ഇവർക്ക് കൊടുത്തു. പിക്ചർ പോസ്റ്റ് കാർഡും ഒക്കെ ഉണ്ടാവുമല്ലോ. ഹിറ്റ്ലർ പോയ ശേഷം വെയിറ്റ്രസ് റോസ ഇവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതുപോലെ ഫ്യൂറർ ആരെയും ഇതുവരെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതൽ സന്തോഷമായി ഇവർ. ലണ്ടനിലാണ് ഇവർ ജനിച്ചത്, യൂണിറ്റി മിറ്റ്ഫോർഡ്. ഹിറ്റ്ലറുടെ പതുക്കെ ഹിറ്റ്ലറുടെ അകത്തെ ഒരാളായി, അകത്ത വലയത്തിൽ എപ്പോഴും കൂടെ നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായി. കിച്ചൺ ക്യാബിനറ്റ് എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ അടുപ്പമായി. ഇവര് അടുത്ത് ചെല്ലുന്നതൊക്കെ ഹിറ്റ്ലറുടെ കാമുകി ഈവ ബ്രൗണിന് വലിയ അസൂയയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഇവര് ഹിറ്റ്ലറെ പറ്റി യൂണിറ്റി മിറ്റ്ഫോർഡ് എഴുതിയിരിക്കുന്നത് ഹി വാസ് വെരി സ്വീറ്റ് ആൻഡ് ഗേ എന്ന് എഴുതിയിട്ടുണ്ട്. എപ്പോഴും ജോളിയായിരുന്നു, ആഹ്ലാദവാനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെ ഇവരുടെ ഡയറി കുറിപ്പ് 1939 സെപ്റ്റംബർ 1 അപ്പോഴേക്കും ഹിറ്റ്ലറുടെ അവസാനമായല്ലോ. അതെ. ഹിറ്റ്ലറുടെ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ആ ദിവസം 2 ദിവസം കഴിഞ്ഞ് യുദ്ധം തുടങ്ങി, പോളണ്ടും ജർമ്മനിയായിട്ട്. യൂണിറ്റിക്ക് അന്ന് 25 വയസ്സാണ്, 20 വയസ്സിലാണ് പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഹിറ്റ്ലർ വീഴുക എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ യൂണിറ്റി ആത്മഹത്യക്ക് ശ്രമിച്ചു, വെടിവെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ മരിച്ചില്ല. ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ യുദ്ധം ഉണ്ടാവും, അനിവാര്യമാണ്. സ്വന്തം രാജ്യം ജർമ്മനിയായിട്ട് യുദ്ധം വരും, അത് അനിവാര്യമാണെന്ന് കണ്ടിട്ടാണ് ആത്മഹത്യാ ശ്രമം വരുന്നത്. അവിടുത്തെ പ്രഭു കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ. അപ്പോൾ മ്യൂണിക്കിലെ ഇംഗ്ലീഷ് ഗാർഡൻ പാർക്കിൽ വെച്ചിട്ടാണ് നിറയൊഴിക്കുന്നത് തലയിലേക്ക്. ബ്രെയിൻ ഡാമേജ് വന്നു, തലച്ചോറിന് ഒരിക്കലും മാറാത്ത പരിക്കുകൾ വന്നു. വെടിയുണ്ട ഒരെണ്ണം തലയിൽ തറച്ച് തന്നെ കിടന്നു, അതെടുത്ത് മാറ്റിയില്ല. ഇ.പി. ജയരാജന്റെ ശരീരത്തിൽ ഒരു വെടിയുണ്ടയില്ലേ, എടുത്തു മാറ്റാം. അതെ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ബ്രെയിൻ ഡാമേജ് വന്നു. ബ്രിട്ടനിലേക്ക് അവർ മടങ്ങിയിട്ട് 33-ാമത്തെ വയസ്സിൽ 1948 മരിച്ചുപോയി. അത് ഈ ബ്രെയിൻ ഡാമേജ് കൊണ്ട് തന്നെയാണ് മരിച്ചത്. മെനിഞ്ചിറ്റിസ്, ആ വെടിയുണ്ട ഉള്ള ഭാഗത്തെ മെനിഞ്ചിറ്റിസ് വന്നിട്ടാണ് മരിച്ചുപോയത്. ഡേവിഡ് മിറ്റ്ഫോർഡ് പ്രഭുവിൻ്റെ 7 മക്കളിൽ ഒരാളായിരുന്നു ഇവർ, ഈ യൂണിറ്റി മിറ്റ്ഫോർഡ്. ഇവർക്കൊരു ഇളയ സഹോദരി ഉണ്ടായിരുന്നു, ജെസിക്ക കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഇവർ രണ്ടുപേരും ഒരു മുറിയാണ് ഷെയർ ചെയ്തത്. പക്ഷെ നടുവിലൊരു വിഭജനം വെച്ചിരുന്നു, രണ്ടാക്കിയിട്ട് മറ്റേ ജെസിക്കയുടെ ചുമരില് അരിവാൾ ചുറ്റിക പതിച്ചിരുന്നു, ലെനിൻ്റെ ചിത്രവും പതിച്ചിരുന്നു. ഈ യൂണിറ്റി മിറ്റ്ഫോർഡിന്റെ ഭാഗത്തെ ചുമരില് സ്വസ്തികയുടെ ചിത്രവും ഹിറ്റ്ലറിന്റെ ചിത്രവും വച്ചിരുന്നു. ആ കാലത്ത് ഇതുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, ടാറ്റു. അല്ലെങ്കിൽ ടാറ്റു ഒക്കെ കുത്താമായിരുന്നു ശരീരം മുഴുവൻ. അപ്പോൾ ഡയാന എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി ഉണ്ടായിരുന്നു, അവര് ഫാഷിസ്റ്റ് ആയിരുന്നു. ഈ ഡയാനയുടെ കൂടെയാണ് ജർമ്മനിയിലേക്ക് ഇവർ പോയത്, സഹോദരി. ന്യൂറംബർഗ് റാലി
ന്യൂറംബർഗിൽ വലിയൊരു റാലി ഉണ്ടായിരുന്നു ഹിറ്റ്ലറുടെ, വലിയ വിജയമൊക്കെ ആയിരുന്നു. ആ റാലി കാണാനാണ് രണ്ടുപേരും കൂടി പോയത്. പിന്നെ ആകർഷ്ടമായിട്ട് അവിടെ തന്നെ താമസിക്കുകയാണ് ചെയ്തത്, യൂണിറ്റി മിഡ്ഫോർട്ട്. അപ്പോൾ അങ്ങനെ ഹിറ്റ്ലറുടെ ജീവിതത്തിൽ നിന്ന് വേറൊരു ഏട് കൂടി വരുന്നു. ഈ അവസാനം പറയാനുള്ളത് ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഹിറ്റ്ലർക്ക് ഇങ്ങനെ കാമുകിമാരുടെ എണ്ണമൊക്കെ കൂടാം, പക്ഷേ അദ്ദേഹം കോർപ്പറലായിരുന്ന കാലത്ത്, നേരത്തെ ഒന്നാം ലോക യുദ്ധത്തിൽ കോർപ്പറൽ ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വെടിയേറ്റിരുന്നു. കോർപ്പറലായിരുന്നു അദ്ദേഹം പട്ടാളത്തിൽ, ജർമ്മൻ പട്ടാളത്തിൽ. ആ കാലത്ത് വെടിയേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയത്തിന് പരിക്ക് പറ്റിയിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കാമുകിമാരുണ്ടെന്നേ ഉള്ളൂ അർത്ഥം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.